ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് നമ്മുടെ മൊബൈലിൽ എടുക്കുന്ന ഫോട്ടോസ് ഡിലീറ്റ് ആയാലും കുറേ വർഷങ്ങൾക്ക് ശേഷം ആ ഫോട്ടോസ് നമ്മുടെ ഗൂഗിൾ ഫോട്ടോസിൽ സേവ് ആയിരിക്കും. അതെങ്ങനെ നമ്മുടെ മൊബൈലിൽ എടുക്കുന്ന ഫോട്ടോസ് ഗൂഗിൾ ഫോട്ടോസിൽ സേവ് ചെയ്യാം, ഇതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മുടെ മൊബൈലിൽ എടുക്കുന്ന ഫോട്ടോസ് ഗൂഗിൾ ഫോട്ടോസിൽ സേവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഫോട്ടോസ് ഗൂഗിൾ ഫോട്ടോസിൽ ബാക്കപ്പ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ ഫ്രണ്ട്, വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. കൂടാതെ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം വിസിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ആൾ കൊടുക്കുക. ഓക്കെ, വീഡിയോയിലേക്ക് കിടക്കാം. ഇതിനായി ഫസ്റ്റ് നമുക്ക് ഗൂഗിൾ ഫോട്ടോസ് ഓപ്പൺ ചെയ്യും. ഗൂഗിൾ ഫോട്ടോസ് ഓപ്പൺ ചെയ്തതിന് ശേഷം ടോപ്പ് റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ പ്രൊഫൈൽ ഐക്കൺ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഫോട്ടോ സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് പേജിൽ ബാക്കപ്പ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ബാക്കപ്പ് പേജ് ഓപ്പൺ ആയിട്ടുണ്ട്. ബാക്കപ്പ് ഓപ്ഷന് താഴെയായി ബാക്കപ്പ് ഫോട്ടോസ് വീഡിയോസ് ഇൻ യുവർ ക്യാമറ ഫോൾഡർ എന്ന ഓപ്ഷൻ ഡിസനേബിൾ ഇരുന്നാൽ എനേബിൾ ചെയ്യുക. ഈ ഓപ്ഷൻ എനേബിൾ ചെയ്യുന്നത് കാരണമാണ് ഗൂഗിൾ ഫോട്ടോസ് ആപ്പിൽ എത്ര വർഷത്തിന് മുൻപുള്ള നമ്മുടെ ഫോട്ടോസും മൊബൈലിൽ നിന്ന് ഡിലീറ്റ് ആയാലും നമുക്ക് റിക്കവർ ചെയ്യാൻ സാധിക്കുന്നത്. ഗൂഗിൾ ഫോട്ടോസിൽ ഈ ഒരു സെറ്റിംഗ്സ് എനേബിൾ ഇരുന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ മൊബൈലിൽ എടുത്തിട്ടുള്ള ഫോട്ടോസ് ഡിലീറ്റ് ആയാലും നമുക്ക് റിക്കവർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഗൂഗിൾ ഫോട്ടോസിൽ നമ്മുടെ ഫോട്ടോസ് എങ്ങനെ സേവ് ചെയ്യാം അല്ലെങ്കിൽ ബാക്കപ്പ് ചെയ്യാം, ഇതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കിയത്. ഓക്കെ ഫ്രണ്ട്, വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക്